ഗുഡ് ഈവനിങ്. പറഞ്ഞ പോലെ ഈ റഷ്യ യുക്രൈൻ വാർ അത് ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കും. യുക്രൈൻ വളരെ ഒരു ചെറിയ രാജ്യമല്ലേ? റഷ്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ തന്നെ എത്ര ദൂരം ഇത് പോകാനാണ് എന്നുള്ള ചർച്ചകളിലായിരുന്നു തുടക്കത്തിൽ, ഈ യുദ്ധത്തിന്റെ തുടക്കഘട്ടത്തിൽ ലോക രാജ്യങ്ങൾ ഒന്നാകുകയും. പക്ഷേ ആ ചർച്ച അന്നൊന്നും നിന്നില്ല. അത് നീണ്ട് ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തെയും മറികടന്ന് ആ യുദ്ധം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിതിനൊരു സമാപനം ഉണ്ടാകുമെന്ന കാര്യത്തിലും അവ്യക്തതയാണ്. എന്തു പ്രതീക്ഷിക്കണം സുചന്ദ്രൻ? സമീപകാലത്തെങ്കിലും ഒരു സമാധാന സൂചകമായ ഒരു നീക്കം ഈ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സേതു ഇത്രയും നേരം പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് ലോകത്തെ ഇരുട്ടിലാക്കിയ, ചരിത്രത്തെ ഇരുട്ടിലാക്കിയ എല്ലാ സായുധ സംഘർഷങ്ങളും തുടങ്ങിയത് വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരുന്നു. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വലിയ ചുറ്റുപാടുകൾ, രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഉണ്ടായതിനു ശേഷം പെട്ടെന്നുണ്ടായ ചില കാരണങ്ങൾ കൊണ്ടാണ് അതൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളുകൾ, ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പണ്ട് പഠിച്ചതുപോലെ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ തുടങ്ങിയത് വളരെ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ കൊണ്ടാണ്. എല്ലാ സംഘർഷങ്ങളും തുടങ്ങാൻ എളുപ്പമാണ്, അവസാനിപ്പിക്കാനാണ് പ്രയാസമെന്ന് യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ ദീർഘചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ 1914 ഈ ഹംഗറിയുടെ അന്നത്തെ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അദ്ദേഹം ബോസ്നിയയുടെ തലസ്ഥാനത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചതിൽ പിന്നെയാണ്, സെർബിയൻ ദേശീയവാദി വെടിവെച്ച് കൊന്നതിൽ പിന്നെയാണല്ലോ ആ യുദ്ധം തുടങ്ങിയത്. പക്ഷേ അത് 4 വർഷം നീണ്ടു നിന്നു. ആ യുദ്ധത്തിൽ, അതായത് ലോകത്തെ ആധുനിക ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ, യൂറോപ്പിൻ്റെ പ്രത്യേകിച്ചും, പിന്നെ രണ്ടാം ലോക മഹായുദ്ധവും വരുന്നുണ്ട്, അതിൻ്റെ ലോകഗതിയെ തന്നെ, മനുഷ്യവംശത്തിൻ്റെ തന്നെ ചരിത്രത്തെ മറ്റൊരു ദിശയിലേക്ക് നയിച്ച സംഘർഷമായിട്ട് പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം മാറുകയുണ്ടായി. അതിന് 4 കൊല്ലമെടുത്തു. അതേപോലെ തന്നെയാണ് ഈ നാറ്റോ വിപുലീകരണം എന്നുള്ള ഒരു പേടിയിൽ റഷ്യ തുടങ്ങിയ ഈ ഒരു സംഘർഷം ഇപ്പോൾ 4 വർഷം നീണ്ടു നിൽക്കുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് നമ്മളതിൻ്റെ ഒരു കണക്കെടുക്കുകയായിരുന്നു. 1914 മുതൽ 1918 വരെയാണല്ലോ ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ ജൂൺ 11-ന്, ഈ കഴിഞ്ഞ ദിവസം അവസാനിച്ച കണക്കനുസരിച്ച് 1569 ദിവസമാണ് റഷ്യൻ യുക്രൈൻ യുദ്ധം നിന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കൂടിയായിരിക്കുന്നു, 71 ദിവസമായിരിക്കുന്നു. 1568 ദിവസം മാത്രമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നീണ്ടു നിന്നത്. മാത്രമെന്ന് പറയുന്നത് ഈ കമ്പയർ ചെയ്യുന്ന കണക്ക് പ്രകാരമാണ്. പക്ഷേ 2 കോടിയോളം സിവിലിയന്മാരും വിവിധ രാജ്യങ്ങളിലെ, യൂറോപ്പിനെ ഒട്ടാകെയും അമേരിക്കയും ഒക്കെ ഗ്രസിച്ച ആ യുദ്ധത്തിൽ 2 കോടിയിലേറെ മനുഷ്യർ അന്ന് മരിച്ചു. ഈ യുദ്ധത്തിൽ ഇപ്പോൾ 2 ദശലക്ഷത്തിലധികം ആളുകൾ ജീവനാശം ഉണ്ടായിക്കഴിഞ്ഞു. അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സേതു. അന്ന് ട്രെഞ്ചുകളും മറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒളിയുദ്ധങ്ങളായിരുന്നു, അല്ലെങ്കിൽ ആർട്ടിലറി ആയിരുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേലെയുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഡ്രോണും ആളില്ലാ വിമാനങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. സാങ്കേതിക യുദ്ധമാണ് ഒരർത്ഥത്തിൽ നടക്കുന്നത്. പക്ഷേ ഈ യുദ്ധങ്ങൾ, ലോകത്തിപ്പോൾ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും ആയുധ വ്യാപാരത്തിൻ്റെയും കൂടി, അതേപോലെ സാമ്പത്തിക താല്പര്യത്തിൻ്റെയും ഒക്കെ കൂടി, എല്ലാ യുദ്ധങ്ങളും അങ്ങനെയാണ് ചേർത്ത് വെച്ചാണ് കൂട്ടി വായിക്കേണ്ടത്. ഇപ്പോൾ റഷ്യക്കാണെങ്കിലും യുക്രൈനാണെങ്കിലും 4 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം ഒരു ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാനുള്ള താല്പര്യമില്ല. ഒപ്പം ആയുധങ്ങൾ വലിയ തോതിൽ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒക്കെ മാതൃകയിൽ സ്ഥിരം ട്രെഞ്ചുകൾ അതിർത്തി പ്രദേശത്താകെ വിന്യസിച്ചു. മാത്രമല്ല അന്ന് ഈ 2 പ്രമുഖ കക്ഷികളായിട്ട് കൂടി വലിയ 2 ലോക അച്ചുതണ്ട് ശക്തികൾ രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഈ ശക്തികളായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ രൂപത്തിലല്ല അത് മാറുന്നത്. സാമ്പത്തിക ക്രമീകരണങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള അങ്ങനെ പല പല താല്പര്യങ്ങൾ യുദ്ധത്തിന് മേൽ വരുന്നു. പലർക്കും അവരുടെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. യുദ്ധങ്ങൾ മാത്രം വ്യക്തി താല്പര്യങ്ങൾ പോലെ, സ്ഥാപിത താല്പര്യങ്ങൾ പോലെ അത് നീണ്ടു പോകുന്നതുകൊണ്ട് പറഞ്ഞ പോലെ റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തെ കാലയളവിനെയും കടന്ന് അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു.